ഒരു ബുക്സ് പോലും മെയിൻറ്റെയിൻ ചെയ്യാതെ എങ്ങനെ 2 കോടി രൂപ വരെ ഈസി ആയിട്ട് ടാക്സ് ലീഗലി സേവ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ മുന്നോട്ട് പോകാം എന്നറിയാൻ ആഗ്രഹമുണ്ടോ? വളരെ എളുപ്പമായിട്ട് സർക്കാർ നിങ്ങളെ വിശ്വസിക്കുകയാണ്. ഇത്ര ടേൺ ഓവർ വരെയുള്ള നിങ്ങൾക്ക് ഇത്ര ശതമാനം റേറ്റ് ഓഫ് ടാക്സ് വന്നു കഴിഞ്ഞാൽ ഈസ് ഓഫ് ബിസിനസിന് വേണ്ടി മറ്റൊരു നിബന്ധനകളുമില്ല. കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എടുത്തു ചാടി ടാക്സ് സേവ് ചെയ്യാൻ മാത്രമായിട്ട് ഈ സ്കീമിൽ ജോയിൻ ചെയ്യുന്ന പലരെയും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ആകരുത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ആക്ച്വൽ ലാഭം 50 ലക്ഷം രൂപയാണെന്ന് ഇരിക്കട്ടെ ബിസിനസ്സിൽ നിന്ന്. ആ 50 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രിസന്റീവിൽ ടോട്ടൽ ടേൺ ഓവറിന്റെ ഒരു ശതമാനം വളരെ തുച്ഛമായിട്ട് 10 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾ ടാക്സ് അടച്ചതെന്നിരിക്കട്ടെ. ഈ 10 ലക്ഷം രൂപയ്ക്ക് ടാക്സ് നിങ്ങൾ അടയ്ക്കുന്നുവെങ്കിൽ 50 - 10 40 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ടാക്സ് നിങ്ങൾ സേവ് ചെയ്യും. മിടുക്കന്മാരാണ് കേട്ടോ. പക്ഷേ ഇൻകം ടാക്സിൽ നിന്നൊരു നോട്ടീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരണേക്കാം. എന്തുകൊണ്ടെന്നാൽ ഈ പൈസ നിങ്ങൾ എന്തിന് ചെലവാക്കി എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതുകൊണ്ട് ഒരു BMW കാറോ അതുകൊണ്ട് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റോ നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് നിങ്ങളോട് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മുടെ ITRലെ സോഴ്സ് ഓഫ് ഇൻകം വെറും 10 ലക്ഷം രൂപ മാത്രമാണ്. അതുകൊണ്ട് ബുദ്ധിപൂർവം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള സേവിങ്സ് എങ്കിലും ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യണം. എനിക്കറിയാവുന്നവരോട് ഞാൻ പറയില്ല ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണ്ട എന്ന്. കാരണം നമ്മുടെ യഥാർത്ഥമായ ലാഭവും നഷ്ടവും നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഒരു ചെറിയ കടലാസിൽ വരവ് ചെലവ് എന്ന് എഴുതിയാൽ പോലും മതി. പക്ഷേ ആ കണക്ക് എത്ര എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഓഡിറ്ററിനെയും കാണിക്കണ്ട, നിങ്ങൾ വേറെ ആരെയും കാണിക്കണ്ട. പക്ഷേ നമുക്ക് തന്നെ വർഷാവസാനം അതിനൊരു ബോധ്യമുണ്ടായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.